ബിജെപി എം പി നിഷികാന്ത് ദുബെയ്ക്കും ഭാര്യയ്ക്കുമെതിരെ കോൺഗ്രസ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു. ദുബെയുടെ ഭാര്യയുടെ ആസ്തി 2009-ൽ 50 ലക്ഷമായിരുന്നു. 2024 അത് 31.3 കോടി രൂപയായെന്നും ബിജെപിയുടെ അഴിമതിയാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സുപ്രിയ ശ്രീനാഥ് പറഞ്ഞു. अनामिका गौतम जी 2009 में जब पहला एफिडेविट निशिकांत दुबे जी ने अपना भरा तो इनके मूवेबल एसेट जिसमें आपके पास कैश, बैंक में आपके पास कितना पैसा है, ज्वेलरी आपके पास है, जो मूवेबल एसेट्स होते हैं वो 50 लाख रुपए के थे। इनका कोई इमूवेबल एसेट नहीं था, इनके पास कोई प्रॉपर्टी नहीं थी, इनके पास कोई लोन भी नहीं था। तो मोटा मोटा 50 लाख की संपत्ति की मालकिन थी निशिकांत दुबे जी की पत्नी अनामिका गौतम अनुकांत दुबे जी। 2014 में जब इलेक्शन एफिडेविट दायर हुआ तो धर्म पत्नी साक्षात लक्ष्मी जी का रूप बनी और उनका जो मूवेबल एसेट था वो 50 लाख से तो दुगना हो ही गया, 1 करोड़ 3 लाख के आसपास उनका इमूवेबल एसेट जो था। और यहां पे गौर से इन फिगर्स को देखिएगा क्योंकि हम इनकम से भी इसको कंपेयर करेंगे। उनका जो इमूवेबल एसेट था वो 5 करोड़ 53 लाख के आसपास पहुंचा। अभी भी उनके पास कोई लोन नहीं था, तो टोटल मालकिन बन गई 6.5 करोड़ की संपत्ति की, मूवेबल और इमूवेबल दोनों बनाकर। तो जब 2024 का एफिडेविट आया, और इसको भी ध्यान से देखिएगा। PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, ബിജെപി എം പിക്കും ഭാര്യയ്ക്കുമെതിരെയാണ് കോൺഗ്രസിന്റെ ആരോപണം. കൃത്യമായ തെളിവുകളോടെയാണോ പറയുന്നത്? അമൃത, കൃത്യമായ തെളിവുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക, അതുപോലെ തന്നെ ആ സമയത്ത് സമർപ്പിച്ച ആസ്തി വിവരങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വക്താവിന്റെ ആരോപണം. സുപ്രിയ ശ്രീനാഥ് ചൂണ്ടിക്കാണിക്കുന്നത് 2009-ൽ ആദ്യമായി ദുബെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഭാര്യയുടെ ആസ്തി എന്ന് പറയുന്നത് 50 ലക്ഷമായിരുന്നു. അത് പിന്നീട് ഓരോ 5 വർഷവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നൽകുന്ന ഈ ആസ്തി വിവരങ്ങളിൽ അത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. 2024-ലേക്ക് എത്തിയപ്പോൾ അത് 31.32 കോടിയായി ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഈ 15 വർഷം കൊണ്ട് ഏകദേശം 30 കോടി രൂപയുടെ സ്വത്താണ് നിഷികാന്ത് ദുബെയും അതുപോലെ തന്നെ ഭാര്യയും ചേർന്ന് സമ്പാദിച്ചത്. ഇത് കൃത്രിമമായി സമ്പാദിച്ചതാണ്, അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുകയായിരുന്നു എന്ന് തന്നെ കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ലോക്പാലിലടക്കം ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നിഷികാന്ത് ദുബെക്കെതിരെയുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ കേസ് പരിഗണിക്കുകയും നിഷികാന്ത് ദുബെയോട് 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നടക്കം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതിലൊന്നും കൃത്യമായ മറുപടി നൽകാൻ നിഷികാന്ത് ദുബെ തയ്യാറായതില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിഷികാന്ത് ദുബെയും ഭാര്യയും ജനങ്ങളോട് കൃത്യമായി മറുപടി നൽകണം. ബിജെപിയുടെ അഴിമതിയാണ് ഇതിലൂടെ പുറത്തു വന്നതെന്നും സുപ്രിയ ശ്രീനാഥ് ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ബിജെപിയുടെ ഒരു ചാവേറിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് നിഷികാന്ത് ദുബെ. കാരണം മറ്റു പ്രമുഖ നേതാക്കളെതിരെ അധിക്ഷേപം നടത്തുവാനും അതുപോലെ തന്നെ മറ്റു പരാമർശങ്ങൾ നടത്താനും അമിത്ഷയും നരേന്ദ്രമോദി നിയോഗിച്ച നേതാവാണ് നിഷികാന്ത് ദുബെ. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ പ്രസ്താവനകൾക്ക് ബിജെപി നൽകുന്ന അഴിമതിയിലൂടെയുള്ള സമ്മാനമെന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്തായാലും 30 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടത്തി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്.